ഫെബ്രുവരിയിൽ നടന്ന CM കിഡ്സ് സ്കോളർഷിപ്പിൻ്റെ റിസൾട്ട് ഇന്നലെ പുറത്ത് വന്നിരുന്നു. അപ്പം നിങ്ങൾ 48 മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പം 48 മാർക്ക് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും കിട്ടാതെ പോയ കുട്ടികൾക്ക് റീവാലുവേഷൻ അല്ലെങ്കിൽ പുനർമൂല്യനിർണ്ണയം നടത്താം. പുനർമൂല്യനിർണ്ണയം നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് 48 മാർക്കിന് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് LSS സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. അപ്പം അതിന് പുനർമൂല്യനിർണ്ണയം റീവാലുവേഷനായിട്ടുള്ള അപേക്ഷ 26-ാം തീയതി മെയ് 26-ാം തീയതിയായ ഇന്ന് മുതൽ ജൂൺ 5 വരെ ജൂൺ 5 വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ഓൺലൈനായാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി https://bpkerala.in/LSS-USS2026 എന്ന ഇമെയിൽ വിലാസത്തിൽ റീവാലുവേഷൻ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് മുഖേനയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനുവേണ്ടി അപേക്ഷ ഓൺലൈനായിട്ടാണ് നൽകേണ്ടത്. അതിനുവേണ്ടി അതിനുവേണ്ടി ഒരു പ്രിൻ്റ് ഔട്ട് വേണം. ഒരു പേപ്പർ, നമുക്കറിയാം LSSന് 2 പേപ്പറായിട്ടാണുള്ളത്. ഒരു പേപ്പറിന് 100 രൂപ. നമുക്കറിയാം ആദ്യത്തെ പേപ്പറിൽ മലയാളം, ഇംഗ്ലീഷ് അങ്ങനത്തെ വിഷയങ്ങളും, രണ്ടാമത്തെ പേപ്പറിൽ ഗണിതവും EVS ഒക്കെയാണ് വരുന്നത്. ഒരു പേപ്പറിന് 100 രൂപ എന്ന നിലയിൽ 2 പേപ്പറിന് 200 രൂപയാണ് നിങ്ങൾ റീവാലുവേഷന് വേണ്ടി അടയ്ക്കേണ്ടത്. റീവാലുവേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് 200 ആ ഒരു 48 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ആ 200 രൂപ തിരികെ നൽകുന്നതാണ്. അതുകൊണ്ട് ഇതിനുവേണ്ടി പേപ്പർ 1-നും പേപ്പർ 2-നും നിങ്ങളുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾ റീവാലുവേഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. 5-ാം തീയതി മുമ്പ്, ജൂൺ 5-ാം തീയതിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കുക. ഓക്കെ, അപ്പോൾ 48 മാർക്കിന് മുകളിൽ കിട്ടുമെന്ന് ഉറപ്പുള്ള കുട്ടികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ അപേക്ഷ നൽകേണ്ടതാണ്. നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 48 കട്ട് ഓഫ് മാർക്ക് 48 ആണ്. അതിന് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 200 രൂപ അടച്ച തുക തിരികെ ലഭിക്കുന്നതാണ്. അപ്പം എല്ലാ കുട്ടികളും ജൂൺ 5-ന് മുമ്പ് റീവാലുവേഷനുള്ള അപേക്ഷ നൽകേണ്ടതാണ്. അപ്പോൾ USSന് പൊതുവേ റീവാലുവേഷൻ ഉണ്ടാവുന്നതല്ല. കാരണം മെഷീൻ വഴി OMR ആയിട്ടുള്ള എക്സാമാണ്, OMR ബേസ്ഡ് എക്സാമാണ്. അതുകൊണ്ട് USSന് റീവാലുവേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അറിയാനും റിസൾട്ട് ഡേറ്റുകൾ അറിയാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് റീവാലുവേഷനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ.